ശ്രീ എ റഹീം നോക്കൂ, ഇന്നിപ്പോ ഡെറക് ഒബ്രയനെ സസ്പെൻഡ് ചെയ്ത ശേഷവും അദ്ദേഹം സഭയിൽ തുടർന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മോഷൻ വന്നത്. അതിനി പരിശോധിക്കാൻ പോവുകയാണ്. അതിനർത്ഥം കൂടുതൽ നടപടി വരാം എന്നാണ്. ലോക്സഭയിലും സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ സഭ വിട്ടു പോവാൻ തയ്യാറായില്ല. സമാനമായ വിധത്തിൽ ഇനി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താലും പോവില്ല എന്ന സമീപനത്തിലേക്ക് പ്രതിപക്ഷം പോവുകയാണോ? അല്ല, പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം നാളെ രാവിലെ പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. അതിലാണ് സ്ട്രാറ്റജി അന്തിമമായി തീരുമാനിക്കുക, ലീഡർഷിപ്പ് അത് പ്രഖ്യാപിക്കുക. തീർച്ചയായിട്ടും ആ സ്ട്രാറ്റജിക്കനുസരിച്ച് ഒറ്റക്കെട്ടായി സഭയിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ ചോദിച്ചു, എന്താ പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഇത് പല ആംഗിളുകളിൽ ഇതിനെ കാണണം. ഒന്നാമത്തേത്, രാജ്യസുരക്ഷ എന്നത് BJP എക്കാലവും ഉയർത്തുന്ന ഒരു ആയുധമാണ്, അവരുടെ ട്രംപ് കാർഡുകളിലൊന്നാണ്. അപ്പോൾ അത്തരം ഒരു അവസ്ഥ എപ്പോഴും ഉപയോഗിക്കുന്ന BJP, ഈവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട ബിൽ പാർലമെന്റിനുള്ളിൽ ചർച്ചയ്ക്ക് വന്ന ദിവസങ്ങളിലൊക്കെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി എന്താണ്, ഭരണകക്ഷിയിലുള്ളവരുടെ പ്രസംഗം എന്താണ്, എല്ലാം രാഷ്ട്രസുരക്ഷയുടെ രാജ്യസുരക്ഷയ്ക്ക് ഞങ്ങൾ വേണം ഈ ഒരു നരേഷനാണ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെന്റ് പ്രഖ്യാപിക്കപ്പെട്ടത് BJPയുടെ ഭരണകാലത്താണ്. പത്താൻകോട്ട് എന്ന് പറയുന്ന ഭീകരാക്രമണം നടക്കുന്നത്, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക താവളം ആക്രമിക്കപ്പെട്ടത്, അത് സംഭവിച്ചത് BJPയുടെ ഭരണകാലത്താണ്. ഉറി സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് BJPയുടെ ഭരണകാലത്താണ്. പുൽവാമ ഉണ്ടാകുന്നത് BJPയുടെ ഭരണകാലത്താണ്. ഇപ്പോഴത്തെ പാർലമെന്റിലെ ഏറ്റവും ഒടുവിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതും അവരുടെ കാലത്താണ്. അപ്പോൾ പാർലമെന്റിന്റെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ചാമ്പ്യന്മാർ ഞങ്ങളാണ് എന്ന് വാദഗതിക്ക് ഒരർത്ഥവുമില്ല എന്ന് അവർ സ്വയം തെളിയിക്കുകയല്ലേ. ഇപ്പോൾ നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടായിരിക്കും ഇവർ പാർലമെന്റിൽ വരാൻ മടിക്കുന്നത്? ഇതാണ് അതിൻ്റെ ഉത്തരം. ലജ്ജയാണ്. എന്താണ് വിശദീകരിക്കാനാവുക? എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മറുപടി പറയാനാവുക? ഇനി പാസ് കൊടുത്ത അവരുടെ BJPയുടെ MP, ഒരു സംശയം വേണ്ട. നേരത്തെ രാഹുൽ പറഞ്ഞത് ശരിയാണ്. ഒരു MP പാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് അറിയാവുന്ന ആളുകൾക്കും കൊടുക്കാം, അറിയാത്ത ആളുകൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കില്ല സാധാരണഗതിയിൽ ഒരാൾ പാസ് കൊടുക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ അത് അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുമോ? എന്താണെന്ന് പരിശോധിക്കണ്ടേ? ഇനി അത് സംബന്ധിച്ച് എന്താണെന്ന് ഗവൺമെന്റ് സഭയിൽ പറയണ്ടേ, വ്യക്തത വരുത്തണ്ടേ? എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടായില്ല. ഇനി തിരിച്ച് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? ഇത് തിരിച്ച് വേറെ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ഒരാളോ ഒരു മുസ്ലിം നാമധാരി ഒരാളാണോ കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? എന്താകുമായിരുന്നു അവസ്ഥ രാജ്യത്ത്? അപ്പോൾ അതെല്ലാം വളരെ പ്രധാനമായി മാറുകയല്ലേ. ഇനി പ്രിവിലേജിൻ്റെ കാര്യം പറഞ്ഞു. ഡെറിക് ഒബ്രയനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം സഭയിൽ തുടർന്നത് പ്രിവിലേജ് മോഷന് കാരണമായി. മഹുവ മൈത്ര ഈ പറയുന്ന പാസ്വേഡ് കൈമാറിയത് പ്രിവിലേജിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, എത്തിക്സിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത്രേ ലോക്സഭയ്ക്കകത്ത് ഒരു MP-യെ അയാളുടെ മതത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചത് എത്തിക്സിൻ്റെ ഭാഗത്ത് വരില്ലേ? എന്തേ അത് ചർച്ചക്കെടുക്കാത്തേ? എന്തേ അത് സംബന്ധിച്ച് ആ BJPയുടെ MP ഒരു വരി കൊണ്ടെങ്കിലും താക്കീത് ചെയ്യാത്തേ? ഇത് വളരെ പ്രകടമല്ലേ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റൂ, നിനക്കൊക്കെ ചെയ്യാനുള്ള പോയി ചെയ്യും എന്നൊരു വെല്ലുവിളിയാണ്. അത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ? രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതല്ലേ? ഞങ്ങളുടെ കാലത്ത് ചിലപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കും. അതിന് ഞങ്ങൾ വേറെ പ്രചരിപ്പിച്ചോളാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്നോളാം. നിങ്ങളോടൊന്നും നിങ്ങളൊന്നും ബോധിപ്പിക്കട്ടെ, കാര്യം ഞങ്ങൾക്കില്ല ഹുവേ എന്ന് പറയല്ലേ? അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ കഴിഞ്ഞ മണിക്കൂറുകളിൽ. അപ്പോൾ ഉത്തരം മുട്ടുമ്പോഴും അഹങ്കാരവും ധിക്കാരവും ജനാധിപത്യ വിരുദ്ധതയുമാണ് അവരെ നയിക്കുന്നത്. പാർലമെന്ററി സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ പറയാം ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുക. അതിനകത്ത് ഡിസ്കഷനാണ്, ചർച്ചകളാണ്, സമന്വയമാണ്, ജനാധിപത്യപരമായ കടുത്ത സംവാദങ്ങളാണ്, തീതുപ്പുന്ന സംവാദങ്ങൾ. അങ്ങനെയല്ലേ ജനാധിപത്യം വികസിക്കേണ്ടത്? അവിടെ നിങ്ങളെന്തിനാണ് സംവാദത്തിൽ നിന്നും ചർച്ചയിൽ നിന്നും ഒളിച്ചോടുന്നത്? ജനങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഗവൺമെന്റ് തയ്യാറാകണം. രാഹുൽ ഈശ്വർ BJPയുടെ പ്രതിനിധി വരാതെ ക്ഷണിക്കപ്പെട്ടയാളാണ് അദ്ദേഹം. എന്തുകൊണ്ട് BJPയുടെ പ്രതിനിധികൾ മാറി നിൽക്കുന്നു? ഇപ്പൊ രാജ്യസുരക്ഷ നിങ്ങൾക്ക് കൺസേൺ ആണെങ്കിൽ പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ച എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിധേയമാക്കാത്തത്? ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം വലിയ സംവിധാനം ഉപയോഗിച്ച് പണിതു. ശാസ്ത്ര പുരോഗതിയുടെ ടെക്നോളജിയുടെ എന്തെല്ലാം സാധ്യതകളാണ് ഇന്ന് ലോകത്തിന് മുമ്പിലുള്ളത്. ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ, ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് വേറെ എന്തെങ്കിലും സ്മോക്ക് ആയിരുന്നെങ്കിലോ? അപ്പോൾ എന്ത് പദാർത്ഥം കൊണ്ടും പാർലമെന്റിനുള്ളിൽ ഒരു അക്രമിക്കു കയറാം എന്നതല്ലേ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ?
ആ പാർലമെന്റ് മന്ദിരത്തിൽ അങ്ങനത്തെ ടെക്നോളജി ഇല്ല. പഴയ ടെക്നോളജി തന്നെയാണ് ഇവിടെയും, പഴയ മെറ്റൽ ഡിറ്റക്ടർ, പഴയ സംവിധാനം. എന്നാൽ സാങ്കേതികവിദ്യ വികസിച്ചില്ലേ? ബോഡി സ്കാനർ, ഇതുപോലുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അങ്ങനെ അത്യാധുനികമായി എന്തെങ്കിലും ഒരു കാര്യം സ്ഥാപിച്ചില്ല. പകരം സ്ഥാപിച്ച ചെങ്കോലാണ്. ചെങ്കോല് സ്ഥാപിച്ചതിന് പകരം അത്യാധുനിക സംവിധാനമുള്ള ഒരു ബോഡി സ്കാനർ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ അക്രമത്തെ തടയാൻ കഴിയുമായിരുന്നില്ലേ? ഇങ്ങനെ ഒരാൾക്കകത്ത് കയറാൻ കഴിയുമോ ഈ ഒരു ഉണ്ട്? അപ്പോൾ രാഹുൽ ഈശ്വറോടും എനിക്ക് പറയാനുള്ളത്, ചെങ്കോലല്ല സ്ഥാപിക്കേണ്ടത് ഇതിൽ നിന്ന് പഠിക്കേണ്ട, BJP പഠിക്കേണ്ട ഒരു മിനിമം പാഠതാണ്. ചെങ്കോലല്ല സ്ഥാപിക്കേണ്ടിയിരുന്നത് ബോഡി സ്കാനർ ആയിരുന്നു. അപ്പോൾ സാങ്കേതിക വിദ്യയും ശാസ്ത്രത്തെയാണ്. എങ്കിൽ ഇത്ര ലോകത്തിലെ ഇപ്പോൾ ഇതിനേക്കാൾ ഇപ്പോൾ വിമാനത്താവളങ്ങൾ, ലോകത്തിലെ എത്രയോ വിമാനത്താവളങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നു, എത്രയോ വലിയ സുരക്ഷാ സംവിധാനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ പാർലമെന്റിന്റെ സുരക്ഷയെ സംബന്ധിച്ച്, അതിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മൈൻഡ് ആപ്ലിക്കേഷൻ നടന്നോ? ഇല്ല. ഇനി ഗാലറി പണിതിരിക്കുന്നു. ശ്രീ ഉണ്ണിത്താൻ പറയട്ടെ, പഴയ പാർലമെന്റിലും അദ്ദേഹം ഇരുന്നു, പുതിയ പാർലമെന്റിലും ഇരുന്നു. എന്താ ഗാലറിയുടെ അവസ്ഥ? ഗാലറിയിൽ നിന്ന് ആർക്കും എടുത്ത് ചാടാം. ആ നിലയിലാണ് ഗാലറിയുടെ ഈ ദൂരം, അകലം വെച്ചിരിക്കുന്നത്. എന്നാൽ വെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നടുത്തളം എന്ന് പറഞ്ഞാൽ ആർക്കും ഇറങ്ങാൻ പറ്റാത്ത, ഇനി ഇറങ്ങിയാൽ തന്നെ അവിടെ നിന്ന് ബഹളം വെച്ചാൽ പ്രശ്നം ഉണ്ടാകാത്ത വിധമാണ് അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടുത്തളത്തിൽ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കാണിച്ച സൂക്ഷ്മത, സാങ്കേതിക വിദ്യയും ശാസ്ത്രത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനികമായ ടെക്നോളജികൾ അതുണ്ടാകണ്ടേ ഒരു പാർലമെന്റിനുള്ളിൽ? ഗാലറി പണിയുമ്പോൾ അത് സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാകണ്ടേ? അതൊന്നുമില്ല. അപ്പൊ ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലെയും ഈ ചർച്ചയിൽ പറഞ്ഞതാണ്. ശ്രീ ഉണ്ണിത്താൻ അതിന് സാക്ഷിയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഞാൻ സാക്ഷിയാണ്. 2 സഭകളിലും പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ട് ആരവം മുഴങ്ങി, മുദ്രാവാക്യം മുഴങ്ങി. ഗാലറിക്കുള്ളിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒരു അന്വേഷണവും നടന്നിട്ടില്ലല്ലോ. പാർലമെന്റിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ ജനാധിപത്യപരമായി മുദ്രാവാക്യം മുഴക്കുകയോ നടുത്തളത്തിലിറങ്ങുകയോ പ്ലക്കാർഡ് പിടിക്കുകയോ ചെയ്താൽ അത് വലിയ കുറ്റം. പുറത്ത് നിന്ന് ഗാലറിയിൽ വിസിറ്റേഴ്സ് പാസിൽ വന്നിട്ട് ഒരു കൂട്ടം ആളുകൾ ഉച്ചത്തിൽ മോദിക്ക് സിന്ദാബാദ് വിളിക്കുന്നു, BJPക്ക് മുദ്രാവാക്യം വിളിക്കുന്നു. ഒരു നടപടിയില്ല. ഒരാൾക്കെതിരെ നടപടിയെടുത്തില്ലല്ലോ, ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ലല്ലോ. ഈ വന്ന ഏതെങ്കിലും മുദ്രാവാക്യം മുഴക്കി പാർലമെന്റിനുള്ളിൽ കയറി അങ്ങനെ മുദ്രാവാക്യം മുഴക്കിയ ആളിനെതിരെ ഒരു കേസ് എവിടെയെങ്കിലും എടുത്തോ? എന്തെടുക്കത്തെ? അന്ന് അതിന് വളം വെച്ചു കൊടുത്തതാണ്. അങ്ങനെ വളം വെച്ചതിന്റെ അനന്തരം ഫലം കൂടിയാണ് ഈ കണ്ടത്. അപ്പൊ ഇത് ആർക്കും കടന്നു വരാമെന്നും അക്രമം നടത്താൻ കഴിയുമെന്നുമുള്ള രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിനാണ് മുറിവേറ്റത്. തീർച്ചയായും അതിന് BJP ഉത്തരം പറയണം.